ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തമ്പ്നെയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഇന്ന് എൻ്റെ എംബ്രോയ്ഡറി മെഷീൻ പരിചയപ്പെടുത്താനായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കമൻറ്റിലൂടെ ചോദിച്ചിരുന്നു, ഞാൻ മെഷീൻ എംബ്രോയ്ഡറി പഠിച്ചിട്ടുണ്ടോ, ഈ മെഷീൻ്റെ റേറ്റ് എത്രയാണ്, അതുപോലെ തന്നെ മെഷീൻ എംബ്രോയ്ഡറി പഠിക്കാത്ത ആൾക്കാർക്കും ഇത് ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതിനെല്ലാം ഞാൻ ഉത്തരം കമൻറ്റിൽ കൊടുത്തിരുന്നു. എങ്കിൽ പോലും വീഡിയോയിലും കൂടെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഈ മെഷീൻ്റെ കമ്പനി വന്നിട്ട് റെന്യൂ ആണ്. റെന്യൂ 6 ആക്ട് മെഷീനാണിത്. അപ്പോൾ ഈ മെഷീൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 19,500 ഞാൻ വാങ്ങിയ സമയത്ത്. ഈ മെഷീനിൽ തന്നെ നമുക്ക് നമ്മുടെ സാധാ സ്റ്റിച്ചിങ്ങും അതുപോലെ ബാഗ് അങ്ങനത്തെ എല്ലാ ഐറ്റവും ഇതിൽ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഞാൻ ആദ്യമേ വാങ്ങിയപ്പോഴേ എന്ത് ചെയ്തു, ഇതിൻ്റെ പല്ലൊക്കെ എടുത്ത് മാറ്റി എനിക്ക് എംബ്രോയ്ഡറിക്ക് മാത്രമായിട്ട് മതിയെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാനിങ്ങനെ സെറ്റ് ചെയ്തെടുത്തത്. അത് നമ്മൾ വാങ്ങുമ്പം തന്നെ എന്ത് ചെയ്യും, അവർ പല്ലൊക്കെ ഊരി മാറ്റിത്തരും. അല്ല നമുക്ക് വേണമെങ്കിൽ ആവശ്യാനുസരണം പല്ല് ഊരി മാറ്റിയതിന് ശേഷം നമുക്ക് സാധാ സ്റ്റിച്ചിങ്ങും ചെയ്യാം, ഇതും ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവിടെ സ്റ്റിച്ചിങ്ങിനായിട്ട് നമ്മുടെ സാധാ നോർമൽ ഉഷയുടെ മെഷീനുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ പഠിച്ചപ്പോഴേ ടീച്ചർ പറഞ്ഞത് എന്താണ്, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലതെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും എംബ്രോയ്ഡറി മാത്രം നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതങ്ങനെ ഞാൻ ആദ്യമേ പല്ലൊക്കെ ഊരി മാറ്റിയതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ നീഡിൽ കണ്ടോ, നമ്മൾ സാധാ നീഡിലിൻ്റെ ആ ഹോൾ വരുന്നത് സൈഡിലാണ് സാധാ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക്. ഇതിൻ്റെ എന്ന് പറയുന്നത് നമ്മുടെ നേർക്കിനാണ്. ചെറിയ ചെറിയൊരു ചാല് പോലെയുണ്ട് അതിൽ. അപ്പോൾ ആ ഭാഗം ഫ്രണ്ടിൽ വരുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ നീഡിൽ വെച്ച് കൊടുക്കുന്നത്. ഈ നീഡിലിൻ്റെ നമ്പർ 16 ആണ്. അപ്പോൾ അതുപോലെ തന്നെ പഠിക്കാത്ത ആൾക്കാർക്കും ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അപ്പോഴും പറഞ്ഞു ഇതിൻ്റെ വർക്കിംഗ് അറിയാമായിരുന്നാൽ നമുക്ക് ചെയ്യാമെന്ന്. വർക്കിംഗ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇത് അതിൽ ഒരു ഐറ്റമാണ്. കാരണം നമ്മുടെ വീതി കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണിത്. നമുക്ക് എത്ര വേണം, 5 വേണമെങ്കിലും 4 വേണമെങ്കിലും അത്രയ്ക്ക് വീതി നമുക്ക് കൂട്ടി ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് 1 മതിയെങ്കിൽ തിന്നായിട്ടുള്ള വീതി കിട്ടും, 2 ആണെങ്കിൽ കുറച്ചുകൂടെ വലിപ്പമുള്ളത്. അങ്ങനെയാണ് ചെയ്യുന്നത്. അത്യാവശ്യം വലിപ്പമൊക്കെ ഒരു 3-ലൊക്കെ വയ്ക്കുമ്പോൾ അത്യാവശ്യം വലിപ്പം കിട്ടും. അത് നമ്മൾ വീതി കൂട്ടുന്നു എന്ന് പറയുന്നത് സ്കാലപ്പ് ചെയ്യാൻ, നമ്മുടെ ഈ ലീഫൊക്കെ ചെയ്യാൻ നേരത്തെ, പിന്നെ അതുപോലെ തന്നെ ലീഫൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ അറ്റഭാഗം വരുമ്പം നേർത്തതും ഇങ്ങോട്ട് വരുന്നവരും വീതി കൂട്ടിയും വരുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാ കണ്ടോ, ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മുടെ ഈ മുട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കുമ്പോഴത്തേക്കാണ്, അതായത് കണ്ടോ നമ്മൾ അങ്ങോട്ട് തള്ളി വെക്കുമ്പോഴത്തേക്കാണ് അവിടെ മേളിലും എന്ത് ചെയ്യുന്നത്, വീതി കൂടിയും കുറഞ്ഞും വരുന്നത്. കണ്ടോ, നമ്മുടെ ആ മുട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് മേളിൽ കൂടുതലും കുറവായിട്ട് വരും. അങ്ങനെയാണ് അത് കൺട്രോളായി വരുന്നത്. പിന്നെ ആദ്യമായിട്ടൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ കുറച്ച് പാടായിരിക്കും. അത് നമ്മൾ ഈ മെഷീനുമായിട്ട് നമ്മൾ ഏതൊരു കാര്യം അത് തന്നെയാണ്. അതായത് നമ്മൾ ഒന്ന് അഡ്ജസ്റ്റായി വരുന്നത് വരെ ജസ്റ്റ് ഒന്ന് പാടായിരിക്കും. അതുപോലെ തന്നെ നമുക്കിതിൽ ഇൻട്രസ്റ്റും കൂടി വേണം, എങ്കിൽ മാത്രമേ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ കുറച്ച് നാൾ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ് കളഞ്ഞിട്ട് പോകാതെ നമുക്ക് മാക്സിമം ശ്രമിച്ച് നോക്കുക. പിന്നെ ഇതാ ഈ ഒരു സാധനം, അതിപ്പോൾ നമ്മൾ സ്കാലപ്പൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മിക്കവാറും 3-3.5 ആയിരിക്കും എടുക്കുന്നത്. അത്ര വീതിയേ എടുക്കുകയുള്ളൂ. അപ്പം നമുക്ക് ഒരേ വീതിക്ക് കുറേ ഭാഗത്ത് വേണമെങ്കിൽ, മാറ്റമില്ലാതെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഈ കാണിച്ചു തന്ന അതേ നമ്മളെ മുട്ട് വെച്ച് അതിങ്ങനെ തള്ളി വെച്ചതിന് ശേഷം ഏത് നമ്പറിലാണോ വേണ്ടത് അവിടെ വെച്ച ശേഷം ഈ താഴ്ഭാഗത്ത് കാണിച്ചിരുന്ന ആ സ്ക്രൂ ഉണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് മുടുക്കി കൊടുത്താൽ മതി. നമുക്കത് ആവശ്യമില്ല എങ്കിൽ എന്ത് ചെയ്യാം, നമുക്കതിനെ ലൂസാക്കി വിടാം. അങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പ്ലഗ് കൊടുത്ത് സ്വിച്ച് ഇട്ട ശേഷം നമ്മൾ മെഷീനിലും ഒരു ഓണും ഓഫും ബട്ടൺ ഉണ്ട്. കണ്ടോ, ഇതുപോലെ ഇത് മോട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഓണാക്കി ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മൾ പയ്യെ കാല് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കി കൊടുത്താൽ മതി. ഈ നമ്മുടെ മെഷീൻ എന്ത് ചെയ്യും, വർക്കായി തുടങ്ങിക്കോളും. കണ്ടോ, പിന്നെ നമ്മൾ കാലെടുക്കുകയാണെങ്കിൽ അത് സ്റ്റോപ്പാകും. വീണ്ടും കാല് വെച്ച് പ്രസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങും. അതുപോലെ നമ്മൾ വീതി കൂട്ടുമ്പോഴത്തേക്കും കണ്ടോ ഇതുപോലെ അത് കഴിഞ്ഞ് കണ്ടോ, ഇതിപ്പോൾ നമ്മുടെ സാധാ റണ്ണിങ് സ്റ്റിച്ചാണ് പോകുന്നത്. കണ്ടോ, വീതി കൂട്ടിയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണോ. ഇതാണ് നമ്മൾ വീതി കൂട്ടുമ്പോഴത്തേക്ക് സ്റ്റിച്ച് ഇങ്ങനെ കുറച്ചുകൂടെ വീതിക്ക് പോകുന്നതാണ്.
നീഡിൽ കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം ഇതിൻ്റെ. പിന്നെ ഇതാ ഈ കാണുന്നതാണ് നൂല് സ്റ്റാൻഡ്. അതായത് നമ്മൾ ഏത് ത്രെഡാണോ ഉപയോഗിക്കുന്നത് അത് നമുക്ക് ഇവിടെ വെക്കാം. പിന്നെ ഇപ്പം നമ്മളിതിൽ ഡയറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ത്രെഡ് കുരുങ്ങും. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു തെർമോക്കോളിൻ്റെ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതെടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ മേളിലാണ് എന്ത് ചെയ്യുന്നത്, ത്രെഡ് വെക്കുന്നത്. നമ്മളിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് സിൽക്ക് ത്രെഡാണ്. ഇതുപോലത്തെ എംബ്രോയ്ഡറി ത്രെഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, സിൽക്ക് ത്രെഡ്. നമ്മൾ സാധാ സെയിം ത്രെഡിനെ പോലെ അത്രയ്ക്കുള്ള കട്ടിയില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് പിടിച്ച് വലിച്ചാൽ മതി, അത് പെട്ടെന്ന് തന്നെ അത് പൊട്ടിപ്പോകും. ഇത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകും. കണ്ടോ, ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ മതി, അതങ്ങ് പൊട്ടിപ്പോകും. അത്രയ്ക്ക് തിന്നായിട്ടുള്ളൊരു ത്രെഡാണിത്. ഇനി ഇതൊക്കെ തന്നെ ഈ ത്രെഡൊക്കെ വാങ്ങുമ്പോൾ തന്നെ നമ്മൾ ഡേറ്റൊക്കെ നോക്കി വേണം വാങ്ങിക്കാൻ. അതിൻ്റെ കവറുണ്ടല്ലോ, അതിൻ്റെ പുറത്ത് കിടക്കുന്ന കവറിൽ നമ്മുടെ ഡേറ്റ് കാണും. അല്ലാത്തതാണെങ്കിൽ നന്നായിട്ട് നമുക്ക് മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാനേ സാധിക്കില്ല. അപ്പോൾ അത് ഇതാ ഇവിടെ ഇങ്ങനെ നമ്മൾ ഇടുന്നു. ഇട്ടതിന് ശേഷം ത്രെഡ് മുകളിലൊരു ഹുക്കുണ്ട്, കണ്ടോ. ഇതുപോലെ ആ ഹുക്ക് നമ്മുടെ അനുസരണം വാക്കനുസരണം നീക്കി വെച്ചതിന് ശേഷം നമുക്ക് മെഷീനിലേക്ക് ഇത് ഫസ്റ്റ് ഈ കാണുന്ന ഭാഗത്ത് നമ്മൾ ആദ്യം കോർത്ത് കൊടുക്കുന്നു. കണ്ടോ, കോർത്തതിന് ശേഷം ഈ ഭാഗത്തൂടെ അതിനകത്തേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറ്റിയതിന് ശേഷം ആ സൈഡിൽ ചെറിയൊരു സ്പ്രിങ് പോലത്തെ ഭാഗമുണ്ട്, അതിനകത്തേക്ക് കണ്ടോ ഇതുപോലെ കയറ്റി ഈ താഴ്ഭാഗത്ത് കാണുന്നുണ്ടല്ലോ അതിനകത്തൂടെ ഇങ്ങനെ ആക്കി മുകളിലത്തെ ആ ഒരു ഹോളിലേക്ക് നമ്മൾ എടുക്കുകയാണ്. കണ്ടോ, ഇതുപോലെ ഇതിൽ നിന്ന് എടുക്കണം. ഇത് ഒന്നുകൂടെ പറയാണ്, ഇത് അറിഞ്ഞുകൂടാത്തവർ കുറച്ച് പേരെങ്കിലും കാണും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്, അറിയാമെന്നുള്ള ആൾക്കാർ ഒത്തിരി കാണും. അപ്പോൾ അറിയാത്തവർക്ക് ആർക്കെങ്കിലും ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ആ റൗണ്ടിലൂടെയും കൂടെ നമ്മൾ കയറ്റിയതിന് ശേഷം ഡയറക്റ്റ് നീഡിലേക്കാണ് കോർത്ത് കൊടുക്കുന്നത്. കണ്ടോ നമ്മൾ സാധാരണ നീഡിൽ സാധാരണ മെഷീനിൽ സൈഡിലാണ് ഈ ഹോൾ വരുന്നത്. ഇത് നമ്മുടെ നേർക്കിനാണ് ഇരിക്കുന്നത്. കണ്ടോ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞെന്നാണ് തോന്നുന്നത്. ഈ മെഷീൻ്റെ നീഡിലെന്ന് പറയുന്നത് 16ആണ് സൈസ്. അടുത്ത മെഷീൻ ഇതെന്ന് പറഞ്ഞാൽ ബോബൻ കേസാണ്. ഇതെല്ലാവർക്കും അറിയാമല്ലോ. ഇത് ഞാൻ ഇപ്പോൾ ഗേസിൽ നൂല് ചുറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇതിനകത്തേക്ക് വെച്ച ശേഷം സാധാരണ നമ്മുടെ മെഷീനിലിടുന്നത് തന്നെയാണ്, ഇതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഈ മെഷീനിലിടുമ്പോഴത്തേക്ക് ഈ വെട്ട് വരുന്ന ഭാഗം മുകളിലേക്ക് ഇരിക്കുന്ന രീതിയിലാണ് നമ്മളിതിൽ വെക്കുന്നത്. വെച്ച് ജസ്റ്റ് ഒന്ന് അമർത്തുമ്പോൾ ചെറിയൊരു ടിക്കുന്നൊരു സൗണ്ട് കേൾക്കും. അപ്പോഴത് കറക്റ്റ് പൊസിഷനായെന്നാണ് അർത്ഥം. അത് ഗേസ് ഇതുപോലെയാണ് ചെയ്യുന്നത്. ഇതും ഞാൻ വെറുതെ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ സാധാ പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ വെച്ച ശേഷം ഞാൻ വെക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇതുകൊണ്ടോ, ഈ പൊസിഷനാണ്. കണ്ടു, അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് വെക്കുന്നത്. കണ്ടോ, ഈ ഭാഗം മുകളിൽ വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ആയിട്ടാണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ ആ വെട്ട് വരുന്ന ഭാഗം മുകളിലാക്കി. കണ്ടോ, ചെറിയൊരു സൗണ്ട് കേട്ടത് അത് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ സാധാരണ മെഷീനെ പോലെയല്ല, മെഷീനിൽ സൈഡിലാണ് മോട്ടോർ വരുന്നത്. ഇത് അടിഭാഗത്താണ് മോട്ടോർ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ആ പ്ലസും മൈനസും ഉണ്ടോ, അത് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് ഇതിൻ്റെ സ്പീഡ് കൂട്ടാനും നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനുമാണ് ഇത് ഉപയോഗിക്കുന്നത്. അത് വാങ്ങിയപ്പോഴേ പറഞ്ഞു വേറെ ഒന്നിലും പ്രസ് ചെയ്യരുതെന്ന്. അപ്പോൾ അങ്ങനെ ഇത് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഉള്ളതാണ്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ സാധാ മെഷീനെ പോലെ തന്നെ സ്റ്റിച്ച് ഒന്ന് നീഡിൽ താഴേക്ക് ഇറക്കിയിട്ട് എടുക്കുമ്പോഴത്തേക്ക് നൂല് സാധാ പോലെ തന്നെ ത്രെഡ് അതിൽ വന്നോളും. പിന്നെ നമുക്ക് സാധാ പോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയാൽ മതി.
അതുപോലെ തന്നെ പിന്നെ ചോദിച്ചിട്ടുള്ളതാണ് ഞാൻ മെഷീൻ എംബ്രോയ്ഡറി പഠിച്ചിട്ടുണ്ടോ എന്ന്. അത് ഞാൻ പഠിച്ചിട്ടുണ്ട്. 6 മാസത്തെ കോഴ്സിനാണ് പഠിക്കാൻ പോയത്. അതായത് പഠിച്ചത് കൊറോണ ഫസ്റ്റ് ടൈം ആ സമയത്തായപ്പോൾ ഏകദേശം ക്ലാസ് കഴിയാറായി. പിന്നെ കൊറോണയൊക്കെ വന്ന് പിന്നെ ആ സമയത്ത് നന്ദു നല്ല ചെറുതായിരുന്നു. അപ്പോഴത്തേക്ക് അവൾക്ക് വയ്യായ്കയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ഒരാഴ്ചയോളമൊക്കെ പോകാതിരുന്ന് അങ്ങനെ ഒരു 1.5-2 വർഷം കൊണ്ടാണ് ഞാൻ ഈ കോഴ്സ് ഒന്ന് പൂർത്തിയാക്കിയത്. അതിനിടയിലാണ് കൊറോണയും കൂടെ വന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ക്ലാസ്സുകളൊന്നും ഇല്ലായിരുന്നല്ലോ ആ ടൈമിൽ. അങ്ങനെയാണ് ആ സമയത്താണ് ഞാൻ പഠിച്ചത്. പിന്നെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.